ആദ്യം കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ റോണി കെ ബേബി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതല്ല ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം. മറിച്ച് ഒരു രാജ്യം ഒരു രാഷ്ട്രീയ പാർട്ടി, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയാണ് ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നത്. നമ്മൾ ഇപ്പോൾ ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ. ഭരണഘടനാ നിർമ്മാണ സമിതി ലോകത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം സമയം എടുത്ത് ചർച്ച ചെയ്ത് രൂപീകരിച്ചു ഒന്നാണ് ഭരണഘടന. 2 വർഷവും 11 മാസവും 17 ദിവസവും അവർ വളരെ വിശദമായി ഈ രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കണം എന്ന് ചർച്ച ചെയ്തപ്പോൾ അവിടെ ഒരിക്കലും ഉയർന്നു വരാത്ത, ഭരണഘടനയിൽ ഉൾപ്പെടുത്താതെ പോയ ഒരു നിർദ്ദേശമാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്. കാരണം അത് ഒരിക്കലും പ്രായോഗികമല്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം ആർട്ടിക്കിൾ, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, ആ 1-ാം ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട കരട് ഭരണഘടനയിൽ ചർച്ച വന്നപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ശില്പി പറഞ്ഞത് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഏകശിലാത്മകമായ രാഷ്ട്രമല്ല ഇന്ത്യ, മറിച്ച് യൂണിയൻ എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് ബഹുസ്വരതയിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു യൂണിറ്റി. അത് തന്നെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും രവീന്ദ്രനാഥ് ടാഗോറും ഒക്കെ മുന്നോട്ട് വെച്ചത്. നെഹ്റുവിന്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന കൺസെപ്റ്റ് തന്നെ, അല്ലെ അദ്ദേഹത്തിന് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലെ ആശയം തന്നെ അതാണ്. കഴിഞ്ഞ 75 വർഷം ഈ രാജ്യം ആ ബഹുസ്വരതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ 2 കാര്യങ്ങൾ രൂപീകരിച്ചത്. ഒന്ന് പാർലമെന്ററി ഡെമോക്രസി. ഒന്നുകിൽ നമുക്ക് അന്ന് ഭരണഘടന എഴുതി വെക്കാമായിരുന്നു ഇന്ത്യ ഒരു പ്രസിഡൻഷ്യൽ രീതി മതി, ഒരു പാർലമെന്ററി രീതി വേണ്ട. 2, ഒന്നെങ്കിൽ ഇന്ത്യ ഒരു യൂണിറ്ററി സ്റ്റേറ്റ് ആയി നമുക്ക് എഴുതി വെക്കാമായിരുന്നു. പക്ഷെ നമ്മൾ എന്താ എഴുതി വെച്ചത്? ഒരു ക്വാസി ഫെഡറൽ സ്റ്റേറ്റ്. അപ്പോൾ ഈ ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് എന്ന ആശയത്തിലും ഈ പാർലമെന്ററി ഡെമോക്രസി എന്ന ആശയത്തിലും നിലനിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയാണ്, വൈവിധ്യമാണ്. പക്ഷെ ആ ബഹുസ്വരതയെയും വൈവിധ്യത്തെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ലോകത്തിലെ 8ാമത്തെ മഹാത്ഭുതമാണ് ഇന്ത്യ എന്ന രാജ്യം. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഭൂമികയല്ല, ഒരു ജോഗ്രഫിക്കൽ എൻറ്റിറ്റി അല്ല ഇന്ത്യ. ഇന്ത്യ എന്നത് ഒരാശയമാണ്. ലോകത്തിലെ ഇങ്ങനെ ഒരു ആശയത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം. ബഹുസ്വരത നിലനിന്നത് സോവിയറ്റ് യൂണിയൻ തകർന്ന തരിപ്പണമായി, ചെക്കസ്ലോവാക്യ തകർന്ന തരിപ്പണമായി, യുഗോസ്ലോവാക്യ തകർന്ന തരിപ്പണമായി. ഇത്രയും വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്ന ഏക രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ. ഇവിടെ ഇങ്ങനെ ഒരു ഏകശിലാത്മകമായ രീതി ഒരിക്കലും പ്രായോഗികമല്ല. ഒരു രാഷ്ട്രം ഒരു മതമെന്നോ, ഒരു രാഷ്ട്രം ഒരു ഭാഷയെന്നോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ഒരു നിയമമെന്നോ, ഒരു രാഷ്ട്രം ഒന്ന് തെരഞ്ഞെടുപ്പ് എന്നതോ ഒന്നും നമ്മുടെ രാജ്യത്ത് പ്രായോഗികമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് 1, 2 അത് നമുക്ക് ഫെഡറലിസത്തെ തകർക്കുന്നു, ബഹുസ്വരതയെ തകർക്കുന്നു, പാർലമെന്ററി ഡെമോക്രസിയെ തകർക്കുന്നു, റീജിയണൽ ഓട്ടോണമി തകർക്കുന്നു, പ്രാദേശിക വാദങ്ങളെ തകർക്കുന്നു. ഞാൻ അടുത്ത റൗണ്ടിൽ വിശദമായി ഞാൻ ഇതിലേക്ക് വന്നോളൂ.